റിപ്പോർട്ടിലേക്ക് പോയാൽ ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിച്ച് ഇറാനിയൻ സൈനിക വിഭാഗമായ IRGC 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി IRGC അറിയിച്ചു. ബ്രിട്ടീഷ് നാവികസേനയുടെ മാരിടൈം ഏജൻസിയാണ് ആക്രമണ വിവരം റിപ്പോർട്ട് ചെയ്തത്. കപ്പലുകൾക്ക് മതിയായ രേഖയില്ലെന്ന് IRGC ആരോപിച്ചു. അതേസമയം പെർമിറ്റ് ഉണ്ടായിരുന്നു എന്ന് സമുദ്രയാന നിരീക്ഷണ ഏജൻസികൾ പറയുന്നു. രാവിലെ 6:38 പാനമ പതാകയുള്ള യുഫോറിയ എന്ന കപ്പലാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. ഇറാനിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു യുഫോറിയ. 7:55 ഗ്രീക്ക് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലൈബീരിയൻ പതാകയുള്ള എപ്പമിനോൻഡാസ് എന്ന കപ്പലിന് നേരെ IRGC ആക്രമണമുണ്ടായത്. ഗൺബോട്ടുകൾ മുന്നറിയിപ്പില്ലാതെ എത്തി കപ്പലിന് നേരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് നേവിയുടെ മാരിടൈം ഏജൻസിയായ UKMTO റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കപ്പലിന് സാരമായ കേടുപാടുകളുണ്ടായി. എന്നാൽ കപ്പൽ ജീവനക്കാർക്ക് പരിക്കോ ആക്രമണം മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നാലെ UAE ഉടമസ്ഥതയിലുള്ളതും പാനമ പതാകയുള്ളതുമായ MSC ഫ്രാൻസിസ്ക എന്ന കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. എപ്പമിനോൻഡോസും ഫ്രാൻസിസ്കയും മതിയായ പെർമിറ്റുകളില്ലാതെയാണ് ഗതാഗതം നടത്തിയതെന്ന് IRGC ആരോപിച്ചു. അതേസമയം എപ്പമിനോൻഡോസിന് അനുമതി രേഖകൾ ഉണ്ടായിരുന്നുവെന്നാണ് സമുദ്രയാന നിരീക്ഷണ ഏജൻസികൾ പറയുന്നത്. ഒമാന് വടക്കുകിഴക്ക് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു എപ്പമിനോൻഡോസ് എന്ന കപ്പൽ. MSC ഫ്രാൻസിസ്ക ഇറാനിൽ നിന്ന് തെക്കോട്ട് 6 നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടൽ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. കപ്പലുകൾക്ക് റേഡിയോ വാണിംഗുകൾ ലഭിച്ചിരുന്നില്ല എന്ന് UKMTO റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ കപ്പലുകൾ അവഗണിച്ചെന്ന് ഇറാനിയൻ മാധ്യമമായ നൂർ ന്യൂസ് അവകാശപ്പെട്ടു. ഈ മാസം 18, 19 തീയതികളിലായി ഇന്ത്യൻ കപ്പലുകളായ ജഗ് ആർണവിനും സന്മാർ ഹെറാൾഡിന് നേരെയും IRGC ആക്രമണം നടത്തിയിരുന്നു. സമാധാന കരാറിലെത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ നീട്ടിയെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ തുടരുകയാണ്. ഉപരോധങ്ങൾക്കെതിരായ പ്രതികരണം എന്ന നിലയിലാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാനിയൻ ഭരണകൂടം വീണ്ടും പ്രഖ്യാപിച്ചത്. പിന്നാലെയാണ് കപ്പലുകളിലേക്ക് ആക്രമണം തുടരുന്നതും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.